ഹായ് ഓൾ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത LDC എക്സാമിൻ്റെ പ്രിപ്പറേഷനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ വീഡിയോയുടെ കാര്യം, നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യമൊന്നും മറന്നിട്ടില്ല. നമ്മളെ മുൻപത്തെ പോലെ തന്നെ ഇനിയും ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ചെയ്ത ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേട്ട് പോവുക. LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ LDC എക്സാമിന് നിങ്ങൾക്കറിയാം, നമുക്ക് സയൻസ് സബ്ജക്റ്റ്, അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ്, അതിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വളരെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടിയിരിക്കുന്ന സമയമാണ്. എല്ലാവർക്കും ഗവൺമെൻറ് ജോബിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്കിപ്പോൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രമാണ്. ജീവശാസ്ത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. അതായത് നമ്മളിവിടെ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രകാശ സംശ്ലേഷണം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകണത്തിൻ്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഏതാണ്? ഹരിതകമാണ്, അല്ലേ? പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശപോഷികളാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ചുവപ്പാണ്. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്ന പ്രകാശമാണ് മഞ്ഞ. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്നജം. അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളുന്ന വാതകം ഓക്സിജനുമാണ്. പ്രകാശ സംശ്ലേഷണത്തിനായി സ്വീകരിക്കുന്ന ജലം വിഘടിച്ച് പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസനത്തിനുപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത് കൊണ്ടാണ് നമ്മൾ വീടിനകത്തൊക്കെ സസ്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, വീടിനകത്ത് സസ്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കാര്യം എല്ലാവരും പറയും. കാരണം രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഈ ഒരു രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നത് കൊണ്ട് അത് നമുക്ക് ശ്വസിക്കുന്നത് കേടാണ്. അതുകൊണ്ട് അകത്ത് നമ്മൾ ചെടികൾ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളുന്ന വാതകം ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണത്തിനായി സ്വീകരിക്കുന്ന ജലം വിഘടിച്ച് പുറന്തള്ളുന്ന വാതകം ഓക്സിജനാണ്. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. രാത്രികാലങ്ങളിൽ പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പിന്നെ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലത്തിൻ്റെ വിഘടനമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, വാതക വിനിമയം സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ആസ്യരന്ധ്രങ്ങളാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളപ്പെടുന്നത് ആസ്യരന്ധ്രങ്ങളിലൂടെയാണ്. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ ലെൻറ്റിസെല്ലുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാണ്ഡത്തിലും വേരിലും വാതകവിനിമയം നടക്കുന്ന സുഷിരമാണ് ലെൻറ്റിസെൽ. ലെൻറ്റിസെല്ലിലൂടെ കോശങ്ങൾക്കിടയിൽ വാതകവിനിമയം നടക്കുന്ന പ്രക്രിയ ഡിഫ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം ഏതാണ്? തുളസിയാണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാവുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഹരിതകം എ, ഹരിതകം ബി,
കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റു വർണ്ണങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നു. അതിനാൽ ഇവയെ സഹായക വർണ്ണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്, എല്ലാവരും ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, അന്നജം സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രൂപങ്ങൾ ഏതൊക്കെയാണ്? കിഴങ്ങുവർഗ്ഗങ്ങളിലാണെങ്കിൽ അന്നജം, പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീനിൻ്റെ രൂപത്തിൽ, എണ്ണക്കുരുക്കളിൽ കൊഴുപ്പ്, പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ്, കരിമ്പിൽ സുക്രോസ് എന്നീ രീതിയിലൊക്കെയാണ് അന്നജം സംഭരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സസ്യങ്ങളെക്കുറിച്ചുള്ള ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുമായിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്